നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനിടയില് എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തു എന്ന് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? അമ്മാവ, ഗൗതം സാറിന് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സും ഞാൻ എടുത്തു. പാർവതി ആന്റി പറഞ്ഞതുകൊണ്ട് ഒരു ഷർട്ടും വാങ്ങി. കാശിനും കണ്ണാടിക്കും കൊള്ളാത്ത വല്ല ചീപ്പ് സാധനമായിരിക്കും നീ എടുത്തത്. ഈ പറഞ്ഞതിന് നീ മറുപടി അർഹിക്കുന്നില്ല. പിന്നെ ഞാൻ സംസാരിക്കുന്നത് അമ്മാവനോടാണ്. വഴക്കുണ്ടാക്കണ്ട ശിവാനി. നീ പോയി ഗൗതമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്വർണ്ണം എടുത്തിട്ട് വാ. ചെല്ല്, നമുക്കും അകത്തുനിന്ന് സംസാരിക്കാം. വാ. ഗൗതമിന്റെ വീട്ടിൽ നിന്ന് ശിവാനിക്ക് വേണ്ടി 100 പവൻ സ്വർണം എടുത്തു. നമ്മൾ വാങ്ങി 25 പവനുണ്ട്. ഇതെല്ലാം കല്യാണം വരെ ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ആ ചുമതല നിധി ഏൽക്കണം. ഉള്ള സ്വർണം എല്ലാം കൂടി എന്തിനാ ഇവളെ ഏൽപ്പിക്കുന്നേ? നമ്മുടെ മുറിയിൽ വെച്ചാ പോരെ? കല്യാണം വരെ നമ്മൾ ബിസി ആയിരിക്കും രേണു. നിധി ഉത്തരവാദിത്തമുള്ള പെൺകുട്ടിയാ, അവളത് സൂക്ഷിച്ചോളും. ആ, ലോൺ എടുത്തതിൽ 1 ലക്ഷം രൂപയുണ്ട്. സ്വർണത്തിന്റെ കൂടെ ഇതും സേഫ് ആയിരിക്കും. കാശു എന്തിനാ നിധി ഏൽപ്പിക്കുന്നേ? അത് എന്റെ കയ്യിൽ തന്നാ മതി. നമ്മുടെ കയ്യിലിരുന്ന ചെലവായി പോയി രേണു. ഈ 1 ലക്ഷം കല്യാണ ദിവസത്തെ ചെലവുകൾക്കുള്ളതാ. മാറ്റിവെച്ചില്ലെങ്കിൽ ആ ദിവസം നമ്മൾ വെള്ളം കുടിക്കും. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതൊക്കെ സൂക്ഷിക്കാൻ നിധിയെ ഏൽപ്പിക്കുന്നതിലേ എനിക്ക് എതിർപ്പുള്ളൂ. ഇതും കെട്ടിപ്പിടിച്ച് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കാൻ എനിക്കും താല്പര്യമൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും തന്നെ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ പറയരുത് മോളെ. നിങ്ങൾ എന്തിനാ ഇവളോട് കെഞ്ചുന്നേ? ശിവാനി ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ? സ്വർണവും കാശും ഒക്കെ ശിവാനി തന്നെ സൂക്ഷിച്ചോളും. ഇതെല്ലാം സൂക്ഷിക്കാൻ നിധിയെ ഏൽപ്പിക്കാന്ന് പറഞ്ഞത് ശിവാനി തന്നെയാ. ശിവാനിയോ? അതേമേ, ഇതെല്ലാം നിധിയുടെ കയ്യിൽ സേഫ് ആയിരിക്കും. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അമ്മേ, എന്റെ റൂമിൽ വെച്ച ടെൻഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. കല്യാണത്തിന് മുൻപുള്ള ദിവസങ്ങള് നന്നായിട്ട് ഉറങ്ങണ്ടേ? ഇല്ലെങ്കിൽ മണ്ഡപത്തിൽ എത്തുന്ന എന്റെ മുഖം വീർത്ത് കെട്ടിയ പോലെ ഇരിക്കൂലേ? അതുകൊണ്ടാ നിധി ഏൽപ്പിക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞേ. ഓ, എങ്കിൽ നിധി തന്നെ സൂക്ഷിക്കട്ടെ. ഉറക്കം നഷ്ടപ്പെട്ട് കല്യാണത്തിന്റെ അന്ന് ഇവളുടെ മുഖം ഇത്തിരി വീർത്തിരുന്നാലും കുഴപ്പമില്ല. ആര് ശ്രദ്ധിക്കാനാ? അതെ, നമ്മളല്ലേ തിളങ്ങേണ്ടത്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ശിവാനി ജീവിതത്തിൽ ആദ്യമായി ഒരു ശരിയായ തീരുമാനം എടുത്തു. ഇതൊരു തുടക്കം മാത്രമാവട്ടെ. ഇനി അങ്ങോട്ട് വിവേകപൂർവ്വം ചിന്തിക്കാൻ നിനക്ക് കഴിയട്ടെ മോളെ. ശരി അച്ഛാ. വിവേകപൂർവ്വം ഞാനൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവും. ശിവാനി ആഷ്. അപ്പോഴാ നിങ്ങളൊക്കെ ഞെട്ടാൻ പോകുന്ന. എല്ലാം കൊണ്ടുപോയി പൂട്ടിവെക്കും മോളെ. ദേ, നാളെ രാവിലെ തന്നെ ഇറങ്ങണം. ബാക്കി ക്ഷണിക്കാനുള്ളവരെ ക്ഷണിക്കണം. നാളെ ഞാൻ വരുന്നില്ല. നിങ്ങളുടെ അനിയത്തെയും കൊണ്ട് പോയാ മതി. നമ്മൾ ചെന്ന് വിളിക്കുന്നത് ശരി. ഓ പിന്നെ വരാ, സൗകര്യമുള്ളവര് വന്നാ മതി. ലക്ഷക്കണക്കിന് രൂപയുടെ മുതലാ. ഇതൊക്കെ സൂക്ഷിക്കുന്നത് വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം.
ഇതെല്ലാം അടിച്ചു മാറ്റി ഞാൻ മുംബൈക്ക് പോവും. അതോടെ ഇത് കാണാതായതിന്റെ പഴി നിധിയുടെ മേലെ തന്നെ ആവും. നിധിയാണെല്ലാം മോഷ്ടിച്ചതെന്ന് തെളിവുണ്ടാക്കണം. അതോടെ ഗൗതമ വീട്ടുകാർ ഇവളെ വെറുക്കും. ഞാൻ മുങ്ങിയാലും പിന്നെ ഗൗതം ഇവളെ വിവാഹം കഴിക്കില്ല. അവള് കീ എവിടെ വയ്ക്കുന്നെന്ന് അറിയില്ലല്ലോ. കൊള്ളാല്ലേ? നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. വെറുതെ നന്നായെന്ന് പറഞ്ഞാ പോരാ, ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. റിസപ്ഷൻ ഏട്ടൻ എന്തായാലും പൊളിക്കും. എങ്ങനെ ഇത്രയും നല്ല സെലക്ഷൻ കിട്ടിയെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. സാധാരണ ഏട്ടൻ വാങ്ങിയ കൊളാവാറാ പതിവ്. ഒന്ന് പോടാ. അതിന് ഡ്രസ് സെലക്ട് ചെയ്തതേ ഇവനല്ലല്ലോ, നിധിയല്ലേ? നിധി ചേച്ചിയോ? ചുമ്മാതല്ല, സ്യൂട്ട് ഇത്ര ജോറായത്. ആ ചേച്ചിക്ക് ഭയങ്കര ഡ്രസ്സൻസാ. ശിവാനി ചേച്ചിക്ക് പോലും അത്ര ഡ്രസ്സൻസ് ഇല്ല. എന്നാര് പറഞ്ഞു? നീ നിന്റെ ചേട്ടത്തേമ്മ അത്ര കൊച്ചാക്കണ്ടോ. ഞാൻ ആരെയും കൊച്ചാക്കിയതല്ല. എന്നാലും എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഉണ്ടടി കാന്താരി, നീ വായി തോന്നിയതൊക്കെ പറഞ്ഞോ. എന്നാലേ ഞാൻ വേറൊന്നും കൂടെ പറയട്ടെ. നീ പറ. അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലേ ഏട്ടനെ നിധി ചേച്ചി സെലക്ട് ചെയ്താണ്. എന്താ സെലക്ഷന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത്? ഗൗതമിന് റിസപ്ഷൻ ഇടാനുള്ള സ്യൂട്ട് എടുത്ത കാര്യം പറയായിരുന്നു. ആ ഡ്രസ്സ് എടുക്കണമെന്ന് ശിവാനിയുടെ വീട്ടുകാർക്ക് നിർബന്ധം. ഞങ്ങളത് സമ്മതിച്ചു കൊടുത്തു വസു. ഓ, എങ്കിൽ വാങ്ങിയത് ഫുട്പാത്ത് ഐറ്റം ആയിരിക്കും. ഗൗതമിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. നമ്മൾ ഒരെണ്ണം എടുത്തു വെച്ചാ റിസപ്ഷന് നാണം കെടാതിരിക്കും. എനിക്കത്രേ പറയാനുള്ളൂ. അങ്ങനല്ല ആന്റി. തന്നെ ഇത് നല്ല കേട് സ്യൂട്ടാ. ആന്റി ഇത് നോക്ക്. ഇത് കൊള്ളാമല്ലോ. ഇത് അവര് തന്നെ വാങ്ങിയതാണോ അതോ ഇവിടുന്ന് പണം കൊടുത്തോ? ഇല്ല മേം, ഇത് നിധി. അത് നിധിയുടെ അമ്മാവൻ അശോകനങ്ങള് വാങ്ങിയതാ. അപ്പോ അന്നത്തെ എന്റെ വിരട്ടലേറ്റു. 77,000 രൂപയുടെ സ്യൂട്ടാ വാങ്ങിയേക്കുന്നെ. എവിടെന്നെങ്കിലും കടം വാങ്ങിയതാവും. ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. ഗൗതം ഒരു പടി പോലും താഴാൻ പാടില്ല. എനിക്കത്രയുള്ളൂ. അല്ല, നീ എന്താ നിധിയുടെ അമ്മാവനെന്ന് അശോകനെ പറഞ്ഞത്? അവളുമായിട്ട് ഇപ്പോഴും നിനക്കെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഏയ് ഇല്ല, ഇല്ലമ്മേ. കണക്ഷൻ വേണ്ട. അവളുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് പങ്കെടുക്ക പോലുമില്ല. കേട്ടല്ലോ?